Let's go to one of the beautiful bungalows in Munnar. വളരെ പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് അധികം പ്രിപ്പറേഷനൊന്നും പറ്റിയില്ല. പോകുന്ന വഴിയിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ആലുവയിൽ വെച്ച് തന്നെ. പിന്നെ അറൗണ്ട് ഒരു 4.5 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പം അവിടെ സൈഡിലിരുന്ന കുറച്ച് പൂക്കളാണിത്. അപ്പോൾ ഇതും വാങ്ങി ഞങ്ങളങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുവാണേ. ഇങ്ങനെയുള്ള യാത്രകൾ മുതിർന്നവരെക്കാളും കൂടുതൽ കുട്ടികളാണ് എൻജോയ് ചെയ്യുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പൂസ് ഇതേ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. എല്ലാവരുടെയും വിലക്ക് മറികടന്നുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു മഴക്കാലത്ത് മുന്നാറിൽ പോകുന്നത്. എന്നിരുന്നാലും ഇത്രയും ഭംഗിയോടെ ഈ സ്ഥലം ഞാൻ മുന്നേ കണ്ടതുമില്ല. നല്ല പച്ചപ്പ് മാത്രമല്ല, എല്ലാ അരുവികളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും എല്ലാം നിറഞ്ഞു കിടക്കുന്നു. വഴിയിൽ ഞാനൊന്ന് ഫ്രഷ് ആവാൻ ഇറങ്ങി. നല്ല കാറ്റ്, നല്ല തണുപ്പ്. ഉച്ചയാണ് നേരെന്ന് തോന്നുകയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബംഗ്ലാവിൽ താമസിക്കാൻ പോണേ. മനസ്സിൽ ഏതാണ്ട് ഞാൻ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും സ്ഥലം എങ്ങനെ ഇരിക്കുന്നുള്ള ഒരു ഐഡിയയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടാതെ ഞങ്ങളുടെ ഒരു സുഹൃത്തും ഇന്ന് ഞങ്ങളുടെ യാത്രയിലുണ്ട്. അപ്പോൾ അവരവിടെ ഡയറക്റ്റായി വന്ന് ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിൽ സ്റ്റേഷനൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ തുറന്നു വെച്ച് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ഷമിക്കണം, ഓടിക്കുന്നതല്ല, സൈഡിലിരിക്കാൻ. മുന്നാർ ടൗൺ എത്തിയപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഫ്രഷ് ക്യാരറ്റ്സും അതുപോലെ അപ്പൂസി ചെവിയിൽ വെച്ച സാധനങ്ങൾ മേടിച്ചു. എന്ത് ഭംഗിയല്ലേ, മഞ്ഞിങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. അങ്ങനെ സ്ഥലം എത്താറായി. ഇതാണ് മാടുപട്ടി അല്ലെങ്കിൽ മാട്ടുപട്ടി ബംഗ്ലാവ്. താജ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബംഗ്ലാവ്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. പച്ച വിരിച്ച കോട്ടയാടും നല്ല നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും, ഒരു രക്ഷയില്ല. ഉൾവശത്തെ ഇടനാഴിയിലൂടെ എല്ലാ റൂമുകളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ജനാലിലൂടെ പുറത്തേക്കുള്ള കാഴ്ചയാണിത്. ഇതൊരു ഹാള്, അതിന് ചേർന്നൊരു ഹാളും അവിടെ ഫയർ പ്ലേസും ഉണ്ട്. അതുപോലെ തന്നെ ഇനിയും ഇരുന്ന് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു വലിയ ഹാള് കൂടിയുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ മാത്രമേ ചിത്രത്തിലെങ്കിലും ഞാൻ ഈ രീതിയിലുള്ള നിർമ്മിതികളൊക്കെ കണ്ടിട്ടുള്ളൂ. വളരെ സൗകര്യത്തോടു കൂടിയ 3 ബെഡ്റൂമുകൾ, കൂടാതെ ഈ ഹാളും വരാന്തയും ഒരു ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ ഉണ്ട് ഈ വീടിന്. ഇത് ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. വീടിൻ്റെ പിൻപുറത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. സമയം ചിലവഴിക്കാൻ ക്യാരം ബോർഡും അതുപോലെ അത്യാവശ്യം വേറെ ഗെയിംസും കാര്യങ്ങളൊക്കെയുള്ള വേറൊരു കുഞ്ഞു മുറി കൂടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗം. മുൻവശം ചെറിയൊരു ചാറൽ മഴയും നല്ല കാറ്റും നല്ല തണുപ്പ്. മുൻവശത്താണെങ്കിലോ നമുക്ക് ടീ പ്ലാന്റേഷനുകൾക്ക് നടുവിലൂടെ പുഴയൊഴുകുന്നത് കാണാം. ജോലി തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് വന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. സ്ഥലത്തെത്തിയപ്പോഴേക്കും എല്ലാവരും ചുറ്റുവട്ടം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ തുടങ്ങി. ഇതേ ഒരാൾ നടന്നു വരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇത് പെറ്റ് ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല എല്ലാ ഫുഡും ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മുടെ ഇഷ്ടപ്രകാരം താജിൽ തന്നെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഷെഫുമാരാണ് ഇവിടെ ഫുഡ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഇത്തവണത്തെ സ്റ്റേക്കേഷൻ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. മൂന്നാറിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖം അങ്ങനെ ഈ യാത്രയിലൂടെ നമ്മൾ കണ്ടു. എന്ത് ഭംഗിയല്ലേ. അങ്ങനെ അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.